السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അറിയുന്ന ഒരു കാര്യമാണ് ഇബാദത്ത് നിർവഹിക്കാൻ, പ്രത്യേകിച്ചും നിസ്കാരം നിർവഹിക്കാൻ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും നിർബന്ധമായും അയാൾ മുക്തമായി തീരുക, ശുദ്ധനായിരിക്കുക എന്നുള്ളത്. അങ്ങനെ ശുദ്ധി വരുത്തുക. കയ്യും കാലും മുഖമൊക്കെ കഴുകുന്നതിനാണ് സ്വാഭാവികമായിട്ടും ഉളൂ എന്ന് പറയാം. ഉളൂഇന്റെ നിർബന്ധമാകുന്ന അർക്കാനുകളാകുന്ന കാര്യങ്ങൾ എത്രയൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. അർക്കാനുൽ ഉളൂഇ അർബഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ആയത്തിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാൾ നിർബന്ധമായും ഉളൂ ചെയ്യാൻ 4 കാര്യങ്ങളാണ് പാലിക്കേണ്ടത്. സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് എങ്കിൽ, നിൽക്കുകയാണെങ്കിൽ, ഫഗ്സിലു വുജൂഹക്കും, ആദ്യമായി ചെയ്യേണ്ടത് മുഖം കഴുകുക, വ ഐദിയക്കും ഇലൽ മറാഫിഖി, കൈ മുട്ടുവരെ കഴുകുക, വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവുക, വ അർജുലക്കും ഇലൽ കഅബൈനി, കാൽ ഞെരിയാണി വരെ കഴുകുക. ഈ 4 റുക്ന് പാലിച്ചാൽ ഒരാൾ ഉളുവായി. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ആദ്യം വലതു കൈ കണ്ടു തുടങ്ങുക, ഞെരിയാണി വരെ ആകുക, 3 പ്രാവശ്യമാകുക, വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റുക, ചെവി തടവുക. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചതാണ്. അപ്പോൾ അർക്കാൻ പൂർത്തിയായാൽ തന്നെ അയാൾ ഉളു എന്തായി? സഹിഹായി, ജായിസായി. അതുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കാം. എത്രയും മുഖം കഴുകുക, കൈ മുട്ടുവരെ കഴുകുക, പിന്നെ തല തടവുക, കാല് കഴുകുക. ഈ 4 കാര്യങ്ങൾ പാലിച്ചാൽ അയാളെ ബാക്കിയായി. ബാക്കിയുള്ള സുന്നത്തായ കാര്യങ്ങളാണ്. ഇത് 4 പാലിക്കുന്ന ഒരാൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മസഹ ബിറഅസിഹി വ ഉദ്നൈഹി മസ്ഹതൻ, മറ്റൊരു ഹദീസിലുള്ള മറത്തൻ വാഹിദ, തലയും ചെവിയും, ബാക്കി എല്ലാ കാര്യങ്ങളും 3 പ്രാവശ്യമാണ് ചെയ്തിരുന്നെങ്കിൽ തലയും ചെവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ പ്രാവശ്യമാണ് തടവിയിട്ടുണ്ടായിരുന്നത്. തടവലായിരുന്നു. ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി വെള്ളം എടുത്തു കഴിഞ്ഞാൽ, 2 കൈയിലും വെള്ളം എടുത്തു കഴിഞ്ഞാൽ തള്ളവിരലുകൾ 2 ചെവിയിൽ വെക്കും. ഇതുപോലെ തള്ളവിരൽ 2 ചെവിയിൽ വെച്ചിട്ട് ഈ കൈ ചേർത്തി പിടിക്കും. എന്നിട്ട് ഈ അറ്റത്ത് നിന്ന് കൊണ്ടുപോയി പിരടി വരെ കൊണ്ടുപോവുകയും തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവന്ന് തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അതേ കൈ കൊണ്ട്, ഇപ്പൊ തള്ളവിരലാണ് ചെവിയിൽ വെച്ചത്, തല തടവാണെങ്കിൽ അതേ കൈയിന്റെ ചൂണ്ടുവിരൽ 2ഉം ചെവിയിൽ വെക്കും. എന്നിട്ട് തള്ളവിരലിന്റെ ഈ ഭാഗം ചെവിയുടെ അടിയിൽ വെച്ച് വലത്തേ ചെവിയുടെ അടിഭാഗത്തു നിന്ന് പുറഭാഗത്തു കൂടി മുകളിലേക്കും, ഇടത്തെ ചെവിയുടെ അടിഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തു കൂടി വലതു ഭാഗത്തേക്കും കൊണ്ടുവരും. ഇതുപോലെയാണോ നമ്മുടെ ഉളു? അല്ലെങ്കിൽ അതുപോലെ ആകണം നമ്മുടെ ഉളു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഉളു ഇല്ലാതെ നിർബന്ധമാകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഏതാണ്? നിസ്കാരമാണ്. നിസ്കരിക്കാൻ ഉളു അനിവാര്യമാണ്. ഉളു പോയാൽ അത് ഇമാമാകട്ടെ മഅ്മൂമാകട്ടെ ആരാവട്ടെ അയാൾ പോയിട്ട് പിന്തിരിഞ്ഞിട്ട് ഉളു എടുത്ത് തിരിച്ചു വരണം. ഇനി നിർബന്ധമാകുന്ന മറ്റൊരു കാര്യം എപ്പോഴാണ്? തവാഫിനാണ്. ഹജ്ജ്, ഉംറ പോലെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരാൾക്ക് തവാഫിൽ നിർബന്ധമായി ഉളു വേണം. സഅയിൽ ഒരാൾ ഉളു നഷ്ടപ്പെട്ടു പോയാൽ മടക്കിയെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റിതര കാര്യങ്ങൾക്ക്, ഹജ്ജിന്റെ കാര്യങ്ങളാകുന്ന മറ്റിതര കാര്യങ്ങളിൽ ഉളു നഷ്ടപ്പെട്ടാൽ പ്രയാസമില്ല, പ്രശ്നമില്ല. പക്ഷേ തവാഫിലാണ്, ഇപ്പൊ 2ാമത്തെ തവാഫിലാണ് ഉളു നഷ്ടപ്പെട്ടെങ്കിൽ അയാൾ ഉളു മടക്കി തിരിച്ചു വന്ന് ആ തവാഫ് പിന്നെ 2ാമത്തേത് പൂർത്തീകരിക്കണം. ഏതാണോ നഷ്ടപ്പെട്ടു പോയത് അവിടെ നിന്ന് കൊണ്ട് പൂർത്തീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഖാലലി ആയിഷത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോ ലിമാ ഹാദത്ത്, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് ഹൈലുണ്ടാകുകയും, ഇഫ് അലി മാ യഫ്അലുൽ ഹാജു ഐറ ലാ തതുഫി ഫിൽ ബൈതി ഹത്താ തതഹിരി, ഹാജിമാർ ചെയ്യുന്നൊക്കെ നീയും ചെയ്തോ,
അള്ളാഹുവിന്റെ ഭവനമായ കഅബത്തിനെ തവാഫ് ചെയ്യുന്നത് ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ നിസ്കരിക്കാൻ മറ്റെല്ലാ സൗകര്യം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായി പരിഗണിക്കപ്പെടുന്ന നിർബന്ധമായ ഒരു ഘടകമാണ് വുളൂ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ശുദ്ധത കൈവരിക്കുന്ന ആളുകളെ, അത്തരം ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. വുളൂ എല്ലാ രംഗത്തും പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. നഷ്ടപ്പെട്ടു പോയാൽ ഉടനെ പുതുക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ഈമാൻ, മനുഷ്യന്റെ ഈമാൻ എപ്പോഴും ഒരുപോലെ ആവില്ല. ഖുതുബ കേട്ട് ഇറങ്ങുന്ന ഒരാളുടെ ഈമാൻ ആവൂല ചിലപ്പോൾ അടുത്ത ഞായറാഴ്ച ലോഹർ നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് കയറി ഇറങ്ങിയിട്ടുണ്ടാവും. അത് കൂടുതൽ ഒരേ രൂപത്തിൽ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈമാൻ നിലനിർത്തി കിട്ടാൻ വേണ്ടി വുളൂ പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഏതൊരു സന്ദർഭത്തിൽ വുളൂ ഉണ്ടോ ആ വുളൂ ഉള്ള സമയങ്ങളിലൊക്കെ എന്താവും? ഈമാൻ വർദ്ധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു കേവലം വുളൂ ചെയ്യാനല്ല, നിസ്കാരങ്ങളിലെ സുന്നത്തായ നിസ്കാരം എപ്പോഴാണ്? വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. ബാങ്ക് കേട്ടാൽ ഉടനെ ബാങ്കിന് ശേഷം ഇജാബത്ത് പറഞ്ഞാൽ ബാങ്കിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, പള്ളിയിൽ കയറി നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെടുമ്പോൾ ഈമാൻ സ്വാഭാവികമായും അയാളിൽ ഉണ്ടാകും. അപ്പോൾ വുളൂ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. വുളൂ ഉള്ളവരായി തന്നെ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന ഇരുലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർ ജീവിതത്തിൽ നമുക്ക് അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനും അത് പരിഹരിക്കാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫാ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും ബേജാറും എപ്രാളവും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.